ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്യുന്നവരാണോ നിങ്ങൾ? ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ എന്തൊക്കെയാണ് അവയെന്ന് നോക്കിയാലോ? ആദ്യമായി വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ നല്ല പാകത്തിന് ചൂടിനിരുന്നോളും. ഇനി ജോലിക്കൊക്കെ പോകേണ്ടവരാണെങ്കിൽ വാട്ടർ ബോട്ടിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം നമുക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാവുന്നതാണ്. അതല്ല രാത്രിയിൽ വെള്ളം കുടിക്കണമെന്നുണ്ടവർ ഫ്ലാസ്കിലൊക്കെ ഊറ്റി വെച്ചാൽ മതി. നിറച്ച് വെക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇച്ചിരി ചൂടുവെള്ളം കുടിക്കണമെങ്കിൽ അതിന് സഹായിക്കും. പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തേന് വേണ്ടി ഒരു മീൽ പ്ലാനിംഗ് ഒപ്പം തന്നെ ഒരു മീൽ പ്രെപ്പും കൂടെ ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ നാളത്തേനിപ്പോൾ ചെമ്മീൻ നന്നാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ മാങ്ങാക്കറി വെക്കാനാണ്. ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയോ അല്ലെ തോരനോ ഉണ്ടാക്കുമല്ലോ. അപ്പം ഒരു ചാറും ഒരു തോരനും ഉള്ളതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് ഉണക്ക ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓട്ടുപറ വറുത്ത് അത് ചുമ്മാ വെറുതെ ഒന്ന് വറുത്തെടുത്ത് ഒരു ഡപ്പിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അത് ആറിക്കഴിയുമ്പോൾ ഒരു ഡപ്പിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് കിഴങ്ങെടുത്ത് കട്ട് ചെയ്ത് ഉപ്പും ഇട്ട് നന്നായിട്ട് പുഴുങ്ങി അതും മൂടി വെക്കുന്നുണ്ട്. രാവിലെ അത് ഉടച്ച് അതിൻ്റെ മസാലയൊക്കെ നാളെ രാവിലെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് എന്താണെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയോ തോരനോ നമ്മൾ എന്താണെങ്കിലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്കതിലേക്കുള്ള സവാള, ഉള്ളി, പച്ചമുളക് മാത്രം കീറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെഴുക്ക് പുരട്ടിയാക്കാം. ഇത്തിരി ലേറ്റായി പോയാലും നമുക്ക് രാവിലെ അത് അത്രയും എളുപ്പമായിരിക്കും. നമുക്ക് അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് മതി ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എടുത്തിട്ട് നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, അടച്ച് പുറത്ത് വെച്ചാലും മതി. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അത്താഴമൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ക്ലീൻ ചെയ്ത് പോകണം. അല്ലെങ്കിൽ പിന്നെ കുറേ അധികം പാത്രങ്ങൾ നമുക്കിതെല്ലാം ചെയ്ത് കഴിയുമ്പം വരും. പിന്നെ ഞാൻ ചെയ്യുന്നത് റൈസ് കുക്കറിൽ അരിയിട്ട് തിളപ്പിച്ച് ചെറിയൊരു ചോറ് പരുവത്തിലേക്ക് വരുന്ന സമയത്ത് അത് വാങ്ങി റൈസ് കുക്കറിൽ സൂക്ഷിക്കാറുണ്ട്. രാവിലെ അതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് നല്ല പാകത്തിന് ചോറാക്കി കിട്ടും. ഒരു പ്രശ്നമില്ല. 10-12 കൊല്ലമായിട്ട് അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അരിയിട്ട് തിളപ്പിച്ച് അതും റൈസ് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഒറ്റ പാത്രം പോലും സിങ്കിലിടാൻ അനുവദിക്കരുത്. എല്ലാ പാത്രങ്ങളും കഴുകി സിങ്ക് ക്ലീൻ ആക്കി ഇടുക. കാരണം രാവിലെ എണീറ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ സിങ്കിൽ അഴുക്കായിട്ട് കിടപ്പുണ്ടെങ്കിൽ അത് ഉറുമ്പ് കയറുമോ അല്ലെ അത് ആകെ സ്മെല്ലൊക്കെ വന്നിട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കും. നമ്മൾ എന്തോരം ക്ലീൻ ചെയ്തിട്ടാലും ഒരു പാത്രം കഴുകാതെ നമ്മൾ സിങ്കിലിട്ടാൽ മതി, അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമ്മൾ എണീറ്റ് വരുന്നതേ ഉണ്ടാവും. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ചപ്പോഴേക്കും നമ്മുടെ ചെമ്മീനെല്ലാം നല്ല പാകത്തിന് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക്, അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നില്ല, നാളെ രാവിലെ എടുക്കേണ്ടതാണല്ലോ, അതും പുറത്ത് തന്നെ വെച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിലും അതെല്ലാം പുറത്ത് കളയണം. ഒരു വേസ്റ്റും പെരയ്ക്കകത്ത് വെച്ചിരിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട സാധനങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. വെക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജ് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും പഴയ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും മിച്ചം ഇരിപ്പുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്യണം. കാരണം ഒരു ദിവസം കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡിനൊക്കെ ഭയങ്കര അഴുക്കാക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വെച്ചിരുന്നാൽ. അതുകൊണ്ട് അങ്ങനെ റിമൂവ് ചെയ്യേണ്ടതായ സാധനങ്ങളൊക്കെ അപ്പോൾ തന്നെ നമ്മൾ എടുത്ത് മാറ്റി കളഞ്ഞിരിക്കണം. അപ്പോഴേക്കും അരി തിളച്ചു. അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അത് അടച്ച് വെക്കുക. റൈസ് കുക്കർ ഇവിടെയല്ല വെക്കുന്ന, അപ്പുറത്തെ സൈഡിലാണെങ്കിൽ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മൾ കിഴങ്ങ് വേവിക്കാൻ വെച്ചതും പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ അതൊന്ന് മൂടി വെക്കുക. പിന്നെ ഞാൻ ഈ വെള്ളം തിളപ്പിക്കുന്നത് ഞാൻ എല്ലാ സിങ്കിൽ കൂടെയും കുറേശ്ശെ തിളച്ച വെള്ളം 1-2 മറക്കാതെ ഒഴിച്ചിടുക. എന്നും ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. എല്ലാ സിങ്കിൽ കൂടെ ഇതുപോലെ അല്പം ചൂടുവെള്ളം ഒഴിച്ച് വിടാറുണ്ട്. അതിനകത്ത് എണ്ണമെഴുക്കും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പൈപ്പിലൊക്കെ കെട്ടി നിൽക്കുന്ന എണ്ണയൊക്കെ പോകാനായിട്ട് സഹായിക്കും. 3 സിങ്കിൽ നമുക്ക് എത്ര സിങ്കുണ്ടോ അതിനകത്ത് എല്ലാം നല്ല വൃത്തിയായിട്ട് ഇതൊന്ന് ഒഴിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നല്ല വൃത്തിയായിട്ട് തുടച്ച് ഇടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. പിന്നെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും, അതായത് ഇപ്പോൾ എയർ ഫ്രയർ ഉണ്ടാവും, ഓവൻ ഉണ്ടാവും, മിക്സി ഉണ്ടാവും, അങ്ങനെ കുറേ അധികം സാധനങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് ചുമ്മായാണെങ്കിലും ഒന്ന് തുടച്ച് അതിൻ്റെ ആ വയറൊക്കെ ഒന്നുകൂടെ തുടച്ച് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം അത് നമ്മുടെ കൈ പിടിച്ചു അല്ലാതെ നമ്മൾ ഇപ്പോൾ മിക്സിയൊക്കെ ആണെങ്കിൽ അരയ്ക്കുമ്പോൾ അതിൻ്റെ അരപ്പിൻ്റെയൊക്കെ ഇച്ചിരിയൊക്കെ വീഴാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുക. പിന്നെ നിർബന്ധമായിട്ട് സ്റ്റൗവിൻ്റെ അടിവശം നന്നായിട്ട് തുടച്ചെടുക്കണം.
അതിൻ്റെ അടിയിലൊന്നും ഒന്നും ഞാനിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ രാവിലെയും വൈകിട്ടും ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ പൈപ്പ്, സിങ്കിൻ്റെ അവിടുത്തെ പൈപ്പൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുക. അല്ലെങ്കിൽ അതിലൊക്കെ നമ്മൾ ഈ എണ്ണമെഴുക്കുള്ളതൊക്കെ തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിച്ച ആ തുണികൾ, സ്ക്രബ്ബർ അങ്ങനെയുള്ളതൊക്കെ ഇതുപോലെ അല്പം വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിള വരുമ്പോൾ അതിലേക്ക് ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ച് നന്നായിട്ട് എന്തെങ്കിലും സോപ്പ് പൊടിയോ എന്തെങ്കിലും ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി, തിള വരുന്നവരെ ചൂടാക്കി നന്നായിട്ടൊന്ന് മുക്കി പല വെള്ളത്തിൽ മാറി കഴുകി നമുക്ക് ഉണങ്ങാനിടണം. അപ്പോൾ അതവിടെ ഇരുന്ന് തിളക്കട്ടെ. ഞാനിവിടെ തുടയ്ക്കാനെടുത്ത തുണികൾ രണ്ടും അതിനകത്തേക്ക് മുക്കി വെച്ചിട്ടുണ്ട്. അത് പയ്യൊന്ന് തിള വരുമ്പോൾ നമുക്ക് വെള്ളം മാറി ഉരുപിഴിഞ്ഞെടുക്കാം. പിന്നെ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം അൺപ്ലഗ് ചെയ്യണം. എന്തെങ്കിലും സാധാരണ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിലൊക്കെ ഇടിമുഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപകടമാണ്. അപ്പോൾ അതെല്ലാം മറക്കാതെ ഊരിയിടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ജനാലകളൊക്കെ അടുക്കളയുടെ മാത്രമല്ല എവിടെയൊക്കെ ജനാലകളൊക്കെ തുറന്നിട്ടുണ്ടോ എന്നൊന്നുകൂടി ചെക്ക് ചെയ്ത് അതൊക്കെ അടയ്ക്കാനായിട്ട് മറന്നു പോകരുത്. പിന്നെ രാവിലെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞെങ്കിലും വൈകുന്നേരം ഒന്നും കൂടി ഒന്ന് അടിച്ച്, അധികം അഴുക്കൊന്നും ഉണ്ടാവില്ലെങ്കിലും ഒന്ന് അടിച്ചു വാരി എടുക്കാനായിട്ടും മറന്നു പോകരുത്. അപ്പോൾ നല്ല ക്ലീൻ കിച്ചനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഇത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു തിളച്ച വെള്ളം ഞാനിപ്പോൾ സിങ്കിലുള്ള നമ്മുടെ സ്ക്രബ്ബറില്ലേ, നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന അതിലേക്ക് കുറച്ച് ഒഴിച്ച് കളയും. അതൊന്നൊഴിച്ച് ക്ലീനാക്കും. പിന്നെ വെള്ളം പലതായിട്ട് മാറിയിട്ട് നന്നായിട്ട് ഊരിപ്പിഴിഞ്ഞ് ഞാൻ ഈ റൈസ് കുക്കറിൻ്റെ മുകളിലേക്കാണ് കേട്ടോ കൊണ്ടിടുന്നത്. അപ്പം അത് നല്ല ചൂടായിട്ടേ ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും നല്ല പപ്പടം പോലെ ഉണങ്ങി വരും. അപ്പോൾ അവിടെ രാവിലെ നമുക്ക് ആ തുണി തന്നെ, സെയിം തുണി തന്നെ നമുക്കെടുത്ത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഒട്ടും മറക്കാതെ ചെയ്യേണ്ട കാര്യമാണ് ഈ ഗ്യാസിൻ്റെ കുറ്റി ഓഫ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നോബുകളെല്ലാം ഒന്നുകൂടി ഒന്ന് നോക്കുക ഓഫാണോ എന്ന്. കാരണം രാത്രിയിൽ വല്ല പൂച്ചയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി പുറത്ത് എവിടെയെങ്കിലും വെക്കുന്നത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഈ നോബയിലൊക്കെ ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്യാസ് ഓണായി പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മളത് നിർബന്ധമായിട്ടും കുറ്റി ഓഫ് ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. പിന്നെ നമുക്ക് മസാലകൾ എന്തെങ്കിലുമൊക്കെ നിറച്ച് വെക്കാനുണ്ടോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യുക. കോഫി പൗഡറോ മസാലകളോ അങ്ങനെ എന്തെങ്കിലും, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെ എന്തെങ്കിലും നിറച്ച് വെക്കാനുണ്ടെങ്കിൽ അതുകൂടെ നിറച്ച് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ല ക്ലീനായി കിട്ടും. പിന്നെ രാവിലെ നമുക്ക് സമാധാനത്തോടെ ഇതിനകത്ത് വന്ന് നമുക്ക് കുക്കിംഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.